ആട്ടുതൊട്ടിലിന്റെ മന്ദമായ ആട്ടത്തിൽ മീരയുടെ കാൽവിരലുകൾ താളത്തിൽ ചലിച്ചു. രുദ്രൻ അതീവ ശ്രദ്ധയോടെ ഒരു ശില്പിയെപ്പോലെ അവളുടെ കാലിൽ ചുവന്ന നെയിൽ പോളിഷ് പുരട്ടുകയാണ്. മീര ഇടയ്ക്കിടെ അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇത്ര വലിയ ബിസിനസ്സുകാരൻ ഭാര്യയുടെ കാലിൽ നെയിൽ പോളിഷ് ഇടുന്ന കാര്യം പുറത്തറിഞ്ഞാൽ ആളുകൾ എന്തു പറയും? നാണക്കേടാവില്ലേ? മീരയുടെ ചോദ്യത്തിൽ രുദ്രൻ മറുപടി പറഞ്ഞില്ല. പകരം അവളുടെ കാൽപാദത്തിൽ മെല്ലെ അമർത്തിപ്പിടിച്ചു. അവന്റെ കണ്ണുകളിൽ ആഴമേറിയ പ്രണയമായിരുന്നു അപ്പോഴും. എൻ്റെ പെണ്ണിനു വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിലും എനിക്ക് നാണമില്ല മീര. ലോകം എന്തിനി പറഞ്ഞാലും എനിക്കെന്താ? ആ വാക്കുകളുടെ തീവ്രത മീരയുടെ കവളുകൾ നാണത്തിന്റെ ചുവപ്പ് പടർത്തി. എന്നാൽ ആ മനോഹരമായ നിമിഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വാതിൽ പടിക്കൽ നിന്ന് ഉയർന്ന ആ കടുപ്പമുള്ള ചുമയുടെ ശബ്ദം കേട്ടതും മീര ഞെട്ടിപ്പിടന്ന് എഴുന്നേറ്റ് നിന്നു. സാരിത്തുമ്പ് വേഗത്തിലൊതുക്കി അവൾ ദൂരേക്ക് മാറി നിന്നു. രുദ്രൻ തലയുയർത്തി നോക്കിയപ്പോൾ വാതിൽ ദേവച്ചൻ നിൽക്കുന്നുണ്ട്. മുഖത്ത് പതിവ് ഗൗരവം മാത്രം. എന്താ ഈ സമയത്ത്? രുദ്രൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. ദേവച്ചൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു വന്നു. അയാളുടെ കണ്ണുകൾ മീരയിലും പിന്നീട് രുദ്രന്റെ മുഖത്തും തറഞ്ഞു നിന്നു. മുറിയിലെ വായു പോലും ഭാരമായി മാറുന്നത് പോലെ രുദ്രന് തോന്നി. എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. ദേവച്ചന്റെ ശബ്ദത്തിൽ കർക്കശം നിറഞ്ഞിരുന്നു. നിന്റെയും ഹിരണിയുടെ പിരിയാനുള്ള കാരണം പ്രഭയാണോ? ചോദ്യം കേട്ടതും രുദ്രൻ മുഖം കല്ലിച്ചു. മീര ആശങ്കയോടെ അവനെ നോക്കി. നിമിഷങ്ങൾ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം രുദ്രൻ ശാന്തമായി പറഞ്ഞു, അതെ. അത് കേട്ടതും ദേവച്ചന്റെ കണ്ണുകൾ ചുവന്നു. പിന്നെ അവൾ എവിടെയാണ്? ആരുടെ കൂടെയാണ് അവൾ പോയത്? ഇന്നലെ ജഗൻ വിളിച്ചിരുന്നു. പ്രഭയെ മൂന്നാറിലെ ഒരു എസ്റ്റേറ്റിൽ കണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അവളുടെ കാമുകൻ ശങ്കറിന്റെ കൂടെ. ഈ പേര് കേട്ടതും മീര ഭയത്തോടെ തരിച്ചിരുന്നു പോയി. ദേവച്ചൻ ദേഷ്യം അടക്കാനാവാതെ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. 26 വയസ്സുള്ള മകന്റെ അമ്മയാണെന്ന് പോലും ഓർക്കാതെ ഇത്രയും കാലം ഈ കുടുംബം നൽകിയ അഭിമാനവും സ്വത്തും ഉപേക്ഷിച്ച് അവൾക്ക് പോകാൻ തോന്നിയല്ലോ. അച്ഛന്റെ ശബ്ദം അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. രുദ്ര, ജഗൻ അറിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അവൻ പ്രഭയെ വെറുതെ വിടില്ല. മീര പതുക്കെ കസേരയിലിരുന്നു. വരാനിരുന്ന വലിയൊരു വിപത്തിന്റെ നിഴൽ അവൾക്ക് അനുഭവപ്പെട്ടു. അവർക്ക് ചെറിയമ്മ ഇന്ദ്രനീലത്തിന് വേണ്ടത് സ്വത്തുക്കൾ മാത്രമാണ്. രുദ്രൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. ശ്യാമിനെയും അവർ ഈ കളിയിലേക്ക് വലിച്ചേക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു കാര്യം അറിയില്ല അച്ഛാ. ഈ സാമ്രാജ്യം ചതിയുടെ പണിയല്ല, ചോര നീരാക്കി പണിതുയർത്തിയതാണ് ഇന്ദ്രനീലം തന്നെ. ദേവച്ചൻ തളർന്നിരുന്ന് കസേരയിലേക്ക് ചാഞ്ഞു. നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ എന്തായി? ക്ലയന്റിനെ കണ്ടോ നീ? പെയിന്റിംഗ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛാ, രുദ്രൻ പറഞ്ഞു. പുറമെ ശാന്തനാണെങ്കിലും അവന്റെ ഉള്ളിൽ കൊടുങ്കാറ്റ് വീശുന്നുണ്ടെന്ന് മീരയ്ക്ക് മനസ്സിലായി. അതേസമയം US-ൽ വിജനമായൊരു പഴയ ബംഗ്ലാവിൽ പുറത്ത് മഴ തകർത്തു പെയ്യുന്നു. ജനാലകൾക്കപ്പുറം ഇരുട്ട് കനം വെച്ചു. അകത്ത് ജഗൻ ചുവന്ന കണ്ണുകളുടെ കസേരയിലേക്കിരുന്നു. മുന്നിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന മധ്യ ഗ്ലാസ് അയാൾ തൊട്ടതുപോലുമില്ല. പെട്ടെന്നാണ് ഫോൺ ശബ്ദിച്ചത്. സർ, ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചു. ജഗന്റെ കണ്ണുകൾ ജ്വലിച്ചു. എവിടെ? മൂന്നാറിലെ പഴയ ഹാരിസൺ എസ്റ്റേറ്റിൽ. പക്ഷേ സർ, ഒരു പ്രശ്നമുണ്ട്. മറുതലക്കൽ നിന്നവന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ശങ്കർ സാധാരണക്കാരനല്ല, വൻകിട ക്രിമിനൽ ശൃംഖലയിലുള്ളവനാണവൻ. അവനെ തൊടുക എന്നത് അസാധ്യമാണ്. ജഗന്റെ മുഖത്ത് ക്രൂരമായ ചിരി വിരിഞ്ഞു. എനിക്ക് അതൊന്നും കേൾക്കണ്ട. എൻ്റെ ഭാര്യ തട്ടിക്കൊണ്ടു പോയവനാണവൻ. അവരെ ഞങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഫോൺ വെച്ച ശേഷം ഉടനെ ജഗൻ ദേഷ്യത്തോടെ ആ മധ്യ ക്ലാസ് ഭിത്തിയിലേക്ക് എറിഞ്ഞുടച്ചു. ചിലകൾ ചിതറിത്തെറിച്ചു. ഞാൻ വരുന്നുണ്ട് ശങ്കർ. നീ ആരാണെന്ന് നീ തന്നെ അറിയും. പുറത്ത് മഴയുടെ രൗദ്രഭാവം വർദ്ധിച്ചു. പക്ഷെ ആ മഴയേക്കാൾ ഭീകരമായിരുന്നു കൊടുങ്കാറ്റ്. അവരുടെ ജീവിതത്തെ തകർക്കാൻ അടുത്ത് വരുന്നുണ്ടായിരുന്നു. ശ്യാമിന്റെ വല്യമ്മയുടെ വീട്ടിൽ വീണ്ടും കല്യാണാലോചനകളുടെ തിരക്കുകൾ ഉണർന്നു. വലിയമ്മയുടെ മകൾ കാവ്യക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ തുടർച്ചയായി ആലോചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ, ബിസിനസ്സുകാർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, പ്രമുഖരായ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് എല്ലാം. പക്ഷെ ഓരോന്നും അവസാന നിമിഷം മുടങ്ങും. കാരണം കാവ്യ തന്നെ. ഒരാളോട് പോലും അവൾ സംസാരിക്കില്ല.
ഫോട്ടോ പോലും നോക്കില്ല. നിർബന്ധിച്ചാൽ എന്തെങ്കിലും കാരണം പറഞ്ഞവൾ എല്ലാം തകിടം മറിക്കും. ഒടുവിൽ ഷീലയുടെ ക്ഷമ നശിച്ചു. നിനക്കെന്താണ് വേണ്ടത് കാവ്യ? എത്ര നല്ല വീടുകളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. എല്ലാം നീ നശിപ്പിച്ചിരിക്കുന്നു. ഷീല ദേഷ്യത്തിൽ അലറി. കാവ്യ അത് കേട്ടതും തല കുനിച്ചു നിന്നു. എനിക്കിപ്പോൾ കല്യാണം വേണ്ട അമ്മ. ആ മറുപടി ഷീലയുടെ ദേഷ്യം ഇരട്ടിയാക്കി. വേണ്ടേ? ഇനി നിന്റെ ഇഷ്ടം നോക്കി നടക്കാൻ ഈ വീട്ടിൽ ആരുമില്ല. അതുതന്നെ അവർ കാവ്യയെ മുറിക്കുള്ളിലാക്കി. പുറത്തുനിന്ന് വാതിൽ പൂട്ടി. ഭക്ഷണം കൊടുക്കാൻ മാത്രം വാതിൽ തുറക്കും. ബാക്കി സമയങ്ങളിൽ ആ 4 ചുമരുകൾ മാത്രമായിരുന്നു അവളുടെ ലോകം. രാത്രി മുറിയിലെ ജനലരികിൽ നനഞ്ഞ കണ്ണുകളുമായി ഇരിക്കുന്ന കാവ്യ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച ഫോൺ അവൾ വിറക്കുന്ന വിരലുകളുടെ ആ നമ്പറിലേക്ക് വിളിച്ചു. 1 2 3 അവസാനം കോൾ കണക്റ്റായി. ഹലോ. ആ ശബ്ദം കേട്ടതും കാവ്യയുടെ തൊണ്ടയിൽ എത്ര ദിവസമായി ഞാൻ വിളിക്കുന്നു, ഒന്ന് ഫോൺ എടുക്കാമായിരുന്നില്ലേ? മറുവശത്ത് നിശബ്ദത. പിന്നെ അവൻ പറഞ്ഞു, ഞാൻ തിരക്കിലാണ് കാവ്യ. എന്താണിപ്പോൾ? എനിക്ക് കല്യാണാലോചനകൾ വരുന്നുണ്ട്. ഞാൻ തന്നെയാണ് എല്ലാം മുടക്കുന്നതും. പക്ഷെ ഇനി എനിക്ക് പേടിയാവുന്നു. ഒരു ദിവസം ഇവർ എൻ്റെ വിവാഹം ഉറപ്പിക്കും. അവളുടെ ശബ്ദം പൊട്ടിപ്പോയി. നിങ്ങൾ നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരൂ. ആലോചന വന്നിട്ടല്ലേ ഉള്ളൂ കാവ്യ. ഇതൊന്നും ഉറപ്പിച്ചിട്ടില്ലല്ലോ. അവൻ്റെ സ്വരത്തിൽ ജാഗ്രതയും. അതുവരെ ഞാൻ കാത്തിരിക്കണം. അവൾ പൊട്ടിക്കരഞ്ഞു. എനിക്കിനി കഴിയില്ല. നിങ്ങളില്ലാതെ മറ്റാരുടെയും ഭാര്യയായി ജീവിക്കാൻ എനിക്കിനി കഴിയില്ല. അവൻ്റെ നെഞ്ചിൽ എന്തോ കുത്തിയതുപോലെ തോന്നി. അവൻ വീണ്ടും മൗനമായി. ആ മൗനം തന്നെയാണ് കാവ്യയെ കൂടുതൽ തകർത്തു കളഞ്ഞതും. അതേസമയം വെങ്കിടിയുടെ വീട്ടിൽ വെങ്കിടി ഒറ്റക്കാണ്. ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കുകയാണ്. വലിയൊരു കൊട്ടാരം പോലത്തെ വീട്. പെട്ടെന്നാണ് പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങിയത്. അവൻ കൈ തുടച്ച് വേഗത്തിൽ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും വെങ്കിടിയുടെ കണ്ണുകൾ ഞെട്ടലിൽ വിടർന്നു. കാവ്യ മുന്നിൽ മഴയിൽ കുതിർന്ന് മുടിയെല്ലാം ചിതറി കരഞ്ഞ് വീർത്ത കണ്ണുകളുമായി നിൽക്കുന്നു. അവളൊട്ടും വൈകാതെ അകത്തേക്ക് ഓടിക്കയറി. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. വെങ്കിടി അമ്പരന്നു പോയി. എന്താ നീ പറയുന്നത്? ആരെങ്കിലും കണ്ടാൽ? കാണട്ടെ. അവൾ ഉറക്കെ കരഞ്ഞു. എനിക്കിനി ഒന്നും മറക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നുമില്ല. വെങ്കിടിയുടെ ഹൃദയം പിടഞ്ഞു. കാവ്യ, നമുക്ക് ശാന്തമായിട്ട് സംസാരിക്കാം. പക്ഷെ അവൾ കേട്ടില്ല. അവൾ അവൻ്റെ ഷർട്ടിൽ കോളർ മുറുകെ പിടിച്ചു. എനിക്ക് നിങ്ങളെ മാത്രം വിവാഹം കഴിച്ചാൽ മതി. അല്ലാതെ മറ്റാരെയും എനിക്ക് വേണ്ട. ഒരു ദിവസം പോലും നിങ്ങളെ മറന്ന് ജീവിക്കാനും എനിക്ക് പറ്റില്ല വെങ്കിടി. അവൻ അവളെ നോക്കി നിശബ്ദയായി നിന്നു. ആ കണ്ണുകൾ പ്രണയവും അതിലേറെ വലിയൊരു ഭയവുമുണ്ട്. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാവ്യ. നിന്റെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല. അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് വീട്ടുകാരെ വേണ്ട. എനിക്ക് നിങ്ങളെ മാത്രം മതി. ആ വാക്കുകൾ കേട്ട നിമിഷം വെങ്കിടിയുടെ മനസ്സ് ആദ്യമായി തളർന്നു. പുറത്തുമായി ശക്തിയിൽ പ്രാപിച്ചു. ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ പെയ്യുന്ന മഴയേക്കാൾ ശക്തിയായി അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ചേർന്നുകൊണ്ടിരുന്നു.